പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോഴാണ് ഒരു കൊച്ചു കാര്യം പോലും പുതിയ കാലത്ത് വൈറലായി മാറുന്നത്. BJPയുടെ സ്പോക്സ് പേഴ്സൺ ഗോപാലകൃഷ്ണൻ എല്ലായ്പ്പോഴും ഔട്ട്സ്പോക്കൺ ആയിരുന്നു. പക്ഷേ കാലവും സന്ദർഭവും നോക്കി സംസാരിക്കാൻ അറിയാത്ത ഗോപാലകൃഷ്ണൻ ഇന്നലെ ചെന്നുപെട്ടത് ഒരു കൊച്ചു പുലിയുടെ മടയിലായിരുന്നു. അതായത് നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ നിങ്ങളെടുത്തോ. നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, ഒന്നുകിൽ മന്ത്രി അല്ലെ മേയർ അല്ലെങ്കിൽ MLA, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. അതിനു മുമ്പ് നിങ്ങളൊരു ഉറപ്പ് തന്നാൽ മതി, നാശനഷ്ടങ്ങൾക്ക് കോമ്പൻസേഷൻ തരും. ആന വിരണ്ടാലും അത് UDF സർക്കാർ വിരട്ടിവിട്ടതാണെന്ന രീതിയിലായിരുന്നു ഗോപാലകൃഷ്ണന്റെ ഇന്നലത്തെ തൃശ്ശൂരിലെ പെരുമാറ്റം. 1.5 മണിക്കൂർ തൃശ്ശൂർ നഗരത്തെ പിടിച്ചുകുലുക്കിയ ആനയെ പാപ്പാൻ വെറും കയറുകൊണ്ട് തളച്ചു. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആനയെ പിന്നീട് പാപ്പാനോടൊപ്പം പോകാൻ അവിടെ കൂടിയവരും അധികാരികളും സമ്മതിച്ചു. പക്ഷേ ആനയെക്കാളും ഉയരമുണ്ടെന്ന് നടിച്ച ഗോപാലകൃഷ്ണൻ പക്ഷേ ആനയെ പോകാൻ അനുവദിച്ചില്ല. ആനയോട് ഗോപാലകൃഷ്ണന് എന്താണ് ഇത്ര പക എന്നെല്ലാവരും ആലോചിച്ചു നിന്നു. അപ്പോഴാണ് മനസ്സിലായത് ആനയോടും ആന പാപ്പാനോടുമല്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന യുവജനകാര്യ മന്ത്രി OJ ജനീഷിനോടാണ് കലിപ്പ് എന്ന്. ആനയെ പോകാൻ അനുവദിക്കില്ലെന്നും നഷ്ടപരിഹാരം തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ആനയെ പോകാൻ അനുവദിക്കുകയുള്ളൂവെന്നും ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴാണ് പയ്യൻ മന്ത്രിയുടെ മാസ് എൻട്രി. എടോ ഗോപാലകൃഷ്ണ എന്ന് പിണറായി വിജയൻ പണ്ട് മാതൃഭൂമിയുടെ എഡിറ്റർ ഗോപാലകൃഷ്ണനെ വിളിച്ചതുപോലെ തരം താഴാൻ മന്ത്രി തയ്യാറായില്ല. പക്ഷേ ഉള്ളിൽ അതേ ഭാവം നിറച്ച മന്ത്രി ഒന്ന് മുന്നോട്ടാഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതൊരവസരമാക്കാൻ ശ്രമിക്കരുത്, ഇതൊക്കെ ശരിയാക്കാനാണല്ലോ ഞാനിവിടെ വന്നത്. മന്ത്രി എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് സാധിക്കും. ഇത്രയും പറഞ്ഞ കൊച്ചു മന്ത്രിയുടെ മുന്നിൽ ഔട്ട്സ്പോക്കൺ നേതാവായ ഗോപാലകൃഷ്ണന്റെ സംസാരം സമ്പൂർണമായും നിലച്ചു. കോമ്പൻസേഷന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നാശനഷ്ടങ്ങളെ പട്ടിയെടുക്കുന്നത്. അല്ല, അങ്ങനെ കണക്കെടുക്കുന്നാൽ ആ കണക്കിൽ നമ്മുടെ ആൾക്കാർ വന്നില്ലെങ്കിൽ ഇതിൽ ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാശനഷ്ടങ്ങൾ ഒരു കാര്യമുള്ളത്, അതിലൊരു അവസരം ഉപയോഗിക്കരുത്. അല്ല, അവസരമൊന്നുമില്ല. വളരെ കോടിയിലായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോയാലും പോയില്ല, പിന്നെ 20-ാം നൂറ്റാണ്ടിലെ മോഹൻലാൽ പഞ്ച് ഡയലോഗ്സ് പറഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നത് പോലെ മന്ത്രി അവിടെ നിന്നും പോയി. കന്നി മത്സരത്തിൽ CPMന്റെ പെരുംകോട്ടയായ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് അതേ വട്ടം തന്നെ കേരളത്തിന്റെ മന്ത്രിയായി മാറിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് എന്ന ചെറുപ്പക്കാരന്റെ വാക്കുകൾക്ക് മുന്നിൽ BJP നേതാവ് പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മന്ത്രിയായി ദിവസങ്ങൾ മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ പൊതു ഇടത്തിൽ സംഭവിച്ച ഒരു വിഷയത്തിൽ എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ് പെരുമാറുന്നത് എന്ന് കണ്ട് കൂടി നിന്നവരെല്ലാം അന്താളിച്ചു. ഒരു കൊച്ചു മന്ത്രിയോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗോപാലകൃഷ്ണൻ പതറുന്ന കാഴ്ച കേരളത്തിനാകെ ഹൃദ്യമായി ഹരമായി മാറി. പുതിയ മന്ത്രിസഭ വന്നപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജനീഷ് മന്ത്രിയായപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടായിരുന്നു, ഈ പയ്യൻ എങ്ങനെ കേരളം ഭരിക്കും എന്ന്. പക്ഷേ അദ്ദേഹം നടന്നു വന്ന കനൽ വഴികൾ അറിയുന്ന ആർക്കും തന്നെ അങ്ങനെ ഒരു സംശയത്തിന് ഇടയേ ഉണ്ടായില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട ജനീഷ് പിന്നെ വളർന്നതെല്ലാം തീവഴികളിലൂടെയായിരുന്നു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മയെ അധികമായി ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വഴി കണ്ടെത്താനായിരുന്നു ചെറുപ്പം മുതലേ ജനീഷ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പെരുമ്പാവൂരിലെ ഒരു പുസ്തകശാലയിൽ വൈകുന്നേരം പുസ്തക വിൽപ്പനക്കാരനായും ഫാക്ടറികളിൽ പാതിരാത്രികളിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരനുമൊക്കെയായി അദ്ദേഹം മാറിയത്. LLB പൂർത്തിയാക്കുന്ന ഘട്ടമെത്തിയപ്പോഴേക്കും അസുഖബാധിതനായി രാത്രി ഉറക്കമില്ലായ്മയുടെ പേരിൽ ജനീഷ്. പിന്നീട് അദ്ദേഹം ഒരേ ഘട്ടത്തിൽ തന്നെ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ജോലിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായി. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി നേതാവായി, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായി നേതാവായി, ഒടുവിൽ ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്കും ജനീഷ് എത്തി. അധ്യക്ഷ പദവിയിലെത്തി വെറും മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ പോലുള്ള CPMന്റെ ഒരു പെരുംകോട്ടയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിച്ചത്. എന്തായാലും പരാജയപ്പെടും എന്ന് വിധിയെഴുതിയ സർവേകളാണ് കേരളത്തിൽ അധികവും ഉണ്ടായത്. പക്ഷേ എല്ലാ സർവേകളെയും നിലം പരിശാക്കി
കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ, കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ മണ്ണിൽ OJ ജനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെ നടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ 8000-ലധികം വോട്ടിന് വിജയിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അപ്പോഴും കേരളത്തിലെ 20 മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ ജനീഷ് ഉണ്ടാകും എന്ന് കരുതിയവർ വളരെ കുറവാണ്. പക്ഷേ അന്നും ഞങ്ങളുടെ ചാനൽ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂരിനെ പ്രതിനിധാനം ചെയ്ത് ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ച് OJ ജനീഷ് കേരളത്തിൻ്റെ മന്ത്രിയാകും എന്ന്. ഇപ്പോഴിതാ സംസ്ഥാന യുവജനകാര്യ സ്പോർട്സ് വകുപ്പ് മന്ത്രിയായി ജനീഷ് മാറിയിരിക്കുന്നു. അദ്ദേഹം എങ്ങനെയായിരിക്കും പൊതു ഇടങ്ങളിൽ പ്രവർത്തിക്കുക, എങ്ങനെയായിരിക്കും ജനങ്ങളോട് സംവദിക്കുക, ഓരോ വിഷയങ്ങളും പഠിച്ച് കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഏത് രീതിയിലുള്ള പങ്കാളിത്തം അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയും എന്ന വലിയ ചോദ്യങ്ങൾക്ക് മുന്നിലെല്ലാം വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പക്വതയോടുകൂടി ഉത്തരം നൽകിയിരിക്കുകയാണ് ജനീഷ്. അതും ഗോപാലകൃഷ്ണനും ആനയ്ക്കുമിടയിൽ നിന്ന് തൃശ്ശൂർ പോലുള്ള സാംസ്കാരിക നഗരത്തിൽ വെച്ച്. തീർച്ചയായും അദ്ദേഹം നടന്നു വന്ന വഴികളെല്ലാം വലിയ അനുഭവ പാഠം തന്നെയാണ് ജനീഷിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക സന്ദർഭങ്ങളിൽ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ പൊതു ഇടങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി കഴിഞ്ഞ ദിവസത്തെ സംഭവം OJ ജനീഷിലൂടെ കേരളത്തെ ബോധ്യപ്പെടുത്തുകയാണ്.